ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വാവക്കൂട്ടിനെ നമ്മളിന്ന് പുതിയൊരു ബേബി സിറ്റിംഗ് ആക്കുകയാണ്. കാരണം താമസം മാറിയപ്പോഴത്തേക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് അറിയാം അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന്. അപ്പോൾ അതുവഴി അമ്മയും പിക്ക് ചെയ്ത് ഞാൻ വീട്ടിലെന്താ അമ്മ നല്ല ചൂട് ദോശ പടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും വൈഫ് വെറും കേടല്ലോ വന്നു കേട്ടോ. നല്ല പെടലി വന്നിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കിംസിലേക്ക് പോയി ഓർത്തനെ കാണിച്ചു. കിടന്നതിൻ്റെ പ്രശ്നം എന്താ ഡോക്ടർ പറഞ്ഞു, അവർക്ക് ഈ ഡിഫറൻറ്റ് ഹോട്ടലൊക്കെ പോയി കിടക്കുമ്പോഴത്തേക്കും അവിടുത്തെ ബെഡ് ചിലയിടത്ത് സോഫ്റ്റ് നല്ല ഹാർഡൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. വേദന മാറാനായിട്ട് ഒരു IV ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് കുറച്ച് ലേറ്റ് ആവുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ പിന്നെ ഹെയർ ഒക്കെ ട്രിം ചെയ്തിട്ട് വന്നു. ഇങ്ങനെ ഒരു സെറ്റപ്പിൽ പോകുന്നത് ശരിയല്ലെന്ന് അറിയാം. ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് നേരെ ആനന്ദമല്ലിൽ പോയി ഒരു ഊണും കഴിച്ചിട്ട് വാവക്കുട്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. പണ്ട് നമ്മൾ റിപ്പോർട്ട് കാർഡൊക്കെ സൈൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ടീച്ചർമാർ കംപ്ലൈൻറ്റ് ചെയ്തില്ലേ, അതുപോലെയായിരുന്നു വാവക്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ തന്നെ കുറച്ച് കംപ്ലയിൻസ് കിട്ടി. ഒരു സെക്കൻഡ് പോലും ഒരിടത്ത് അടങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ, അതൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലായിരിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ഫുഡൊക്കെ കൊടുത്ത് ഫ്രഷ് ആക്കിയിട്ട് രണ്ടുപേരും ഉറക്കമായി. കാരണം അമ്മയ്ക്ക് ഈവനിങ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതിനൊന്നും മിനിമം റെസ്റ്റ് ഉണ്ടെന്നുള്ള അതിനിടയ്ക്ക് നെക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നേരെ പാരീസിലേക്കാണ് പോകുന്നത്. ഗൈസ് ടാറ്റാ.